ശ്രീ വി ആർ അനൂപ്, കഴിഞ്ഞ തവണ ഉണ്ടായത് രാഹുൽ തരംഗം, അതിനകത്ത് കോൺഗ്രസ് പച്ച പിടിച്ചു. പക്ഷെ ഇത്തവണ ആ തരംഗത്തിലേക്ക് നോക്കണ്ട, പോരാഞ്ഞ് ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാൻ CPM ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെയാണോ വായിച്ചെടുക്കേണ്ടത്? ഒരുപക്ഷെ ഈ സാധ്യതാ പട്ടികയൊക്കെ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അൻപേ പരാജയത്തിലേക്ക്, പിന്നെ കോൺഗ്രസ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തു വരുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക്, അത്രയും മുന്നൊരുക്കത്തിലേക്ക് CPM കടക്കുകയാണ് എന്നൊരു ചിത്രം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവർ? അല്ല, വെറും അഭ്യൂഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചർച്ചയാണ് പ്രാഥമികമായി ഈ ചർച്ച. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അപ്പോൾ പോലും നിങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, CPM അതിന്റെ നയനിലപാടുകളിൽ ചില വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും. രണ്ട്, അതിന്റെ യോജന പ്രതിനിധാനം പോലുള്ള റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. ഇത് രണ്ടും ഒരു പുതിയ കാര്യമല്ല എന്ന് പറയാം. 4 മന്ത്രിമാർ കഴിയുന്ന ഘടകകക്ഷിയെന്ന അഞ്ചാമത്തെ അവതരിച്ചപ്പോൾ അതിന് ഏറ്റവും കമ്മ്യൂണിറ്റായി അതിൻ്റെതായി പറഞ്ഞ പാർട്ടിയാണ്. CPM-ന്റെ മന്ത്രിസഭയിൽ 9 അംഗങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നാണ്. CPM ഒരേ സമയം മറ്റുള്ളവരെ ഇത്തരം കാര്യങ്ങളിൽ ടാർഗറ്റ് ചെയ്യുകയും അതേസമയം സ്വന്തം കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള തത്വദീക്ഷയില്ലാതെ ജനാധിപത്യത്തിന്റെ റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യം പോലുള്ള പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് എന്തും ആകാം എന്നുള്ള നിലപാടാണ് മുൻകാലങ്ങളിൽ സ്വീകരിക്കുന്നത്. പിന്നെ ഈ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ VM സുധീരനെ പോലെ ഒരാൾക്കെതിരെ ആലപ്പുഴയിൽ പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ അന്ന് യാതൊരു വിധത്തിലുള്ള പാർട്ടി പശ്ചാത്തലവുമില്ലാത്ത ഡോക്ടർ KS മനോജിനെ പോലെ, അദ്ദേഹത്തിന്റെ വിദൂരമായ ഒരു സ്വപ്നത്തിൽ പോലും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും SFIയുടെ ഒരു പ്രകടനത്തിൽ അറിയാതെ പോലും പങ്കെടുക്കാത്ത ഒരാളെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച ഒരു ചരിത്രം കേരളത്തിൽ CPM-നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ CPM-കാരൊക്കെ വളരെ കാൽപ്പനികവൽക്കരിച്ച് പറയുന്ന 1957-ലെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ സ്വതന്ത്രരുടെ ഒരു വലിയൊരു പങ്ക് നിർണായകമാണ്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഡോക്ടർ AR മേനോൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ മനുഷ്യൻ തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ കൂടി പിന്തുണയുള്ള സ്വതന്ത്രനാണ്. അപ്പോൾ CPM അത്തരം ഒരു അൺഹോളി അലയൻസ് അല്ലെങ്കിൽ തങ്ങൾക്ക് തോന്നുന്നിടങ്ങളിൽ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്ന പാർട്ടിയാണ്. പിന്നെ ഇവിടെ കോൺഗ്രസ് അടപടലം പൊട്ടുമെന്നൊക്കെ CPM-നും ശ്രാപപ്രസാദിനെ പോലുള്ള ആളുകൾക്ക് ആഗ്രഹിക്കുന്നതിൽ അതിൽ അവരെ തെറ്റു പറയേണ്ടതില്ല. അത് അവരുടെ ആഗ്രഹമാണ്, അവരങ്ങനെ പ്രതീക്ഷിക്കുന്നു. CPM കോൺഗ്രസ് കേന്ദ്രത്തിൽ എങ്ങനെ സംഭവിച്ചാലും, കോൺഗ്രസിന് വലിയ തകർച്ച നേരിട്ടാലും CPM കുറച്ചു കാലമായി, CPM-ന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് പാൻ ഇന്ത്യനായ ഒരു വീക്ഷണം ഉള്ള ഒരു പാർട്ടിയല്ല CPM എന്ന്. അത് ഫാസിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ പറയുന്ന അതിനെതിരെയുള്ള അടവുപരമായ സഖ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴും CPM-നെ സംബന്ധിച്ച് നമ്പർ ഗെയിമിൽ അതിന്റെ പാർട്ടി എന്നുള്ള നിലയിൽ അംഗീകാരം നിലനിർത്തുക, പറ്റാവുന്ന പാൻ ഇന്ത്യൻ വീക്ഷണം എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും അത് ആ തരത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യ മുന്നണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല കോൺഗ്രസും CPM-ഉം നടത്തി പോകുന്നത്. അതിൽ പുതുമയൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ മാത്രം കാര്യമല്ല, അഖിലേന്ത്യാ തലത്തിൽ CPM-നെ സംബന്ധിച്ച് അതിന്റെ താല്പര്യങ്ങളുള്ള ഏരിയ, അതിന് സ്വാധീനമുള്ള ഏക ഇടം എന്ന് പറയുന്നത് കേരളമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അവിടെ CPM-ന്റെ ആർച്ച് റൈവൽ, പ്രധാന എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. CPM കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസിന്റെ സമ്പൂർണമായ തകർച്ച ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് സ്വന്തമായ ഒരു ബദൽ രൂപപ്പെടുത്താനുള്ള, രാഷ്ട്രീയമായി രൂപപ്പെടുത്താനുള്ള ശേഷിയോ ശേമുഷിയോ ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് വളരെ ദുർബലമാണെന്ന് നിരന്തരം പ്രഖ്യാപിക്കുകയും കോൺഗ്രസിന് അതിന് സാധ്യത ഇല്ല എന്ന് പറയുകയും. എന്നാൽ നിങ്ങൾക്ക് എന്താണ് സാധ്യത? അതിനെക്കുറിച്ച് നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് ഈ ഭാവനകൾക്കപ്പുറത്ത് ഒരു പ്രയോഗ പദ്ധതി CPM-ന് എന്താണെന്ന് ചോദിച്ചാൽ CPM-ന്റെ കയ്യിലില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ
എത്രയൊക്കെ ദൗർബല്യങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഇന്ത്യയിൽ ഉടനീളം എല്ലായിടത്തും രാഷ്ട്രീയ സാന്നിധ്യമുള്ള BJPക്ക് നേർക്ക് നേർ നിർത്താൻ ശേഷിയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ മുന്നോട്ട് ഒരു പോകുന്നത്. കണക്ക് അതിനകത്തുണ്ട് ശ്രീ വി ആർ അനൂപ്. അപ്പോഴൊരു കണക്ക് നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ കേരളത്തിൽ ശക്തമായ ഒരു മത്സരത്തിലേക്ക് CPM കടക്കുകയും കോൺഗ്രസ് പരാജയത്തിലേക്കാണ് പോവുകയും ചെയ്യുന്നതിൽ കേന്ദ്രത്തിലടക്കം ദുർബലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കാൻ അത് കാരണമാകുമെന്നുള്ളൊരു ഒരു 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 പ്രവചനമുണ്ട്. അത് അദ്ദേഹം ഒരു വലത് ക്യാമ്പിലിരുന്ന് പറയുകയാണെങ്കിൽ പോലും. അല്ല, ഞാൻ പറഞ്ഞത് ശ്യാമപ്രസാദിനെ പോലുള്ളവരും CPM-ഉം ഒരേ കോൺഗ്രസിന്റെ സമ്പൂർണമായ തകർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം അതാണ്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമുള്ള ആളുകൾ കോൺഗ്രസ് വിജയിക്കണമെന്നോ അത് തിരിച്ചു വരണമെന്നോ ആഗ്രഹിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമായും അത് കേരളത്തിൽ മാത്രമല്ല മറ്റിടങ്ങളിൽ, കേരളത്തിന് പുറത്ത് കോൺഗ്രസ് തകരുന്നത് കേരളത്തിൽ പോലും തങ്ങളുടെ നില സുരക്ഷിതമാക്കുമെന്നുള്ള ചിന്തയാണ്. നമുക്കറിയാം, പലപ്പോഴും പല ഇലക്ഷൻ റിസൾട്ടുകളും വരുമ്പോൾ കോൺഗ്രസിന്റെ തകർച്ച ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഇവിടുത്തെ CPM പ്രൊഫൈലുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അവരെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെ ഒരു വിശാലമായ ക്യാൻവാസിൽ കാണുന്നതിന് പകരം ഈ പറയുന്ന അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിൽ നേർ ഏറ്റുമുട്ടുന്ന കോൺഗ്രസിന്റെ നില ആ നിലപാട് പാൻ ഇന്ത്യൻ വീക്ഷണമില്ലാതെയുള്ള നിലപാടുകളിലേക്ക് CPM കടക്കുകയാണ് എന്നുള്ള ഒരു നിരീക്ഷണം കൂടിയാണ് വി ആർ അനൂപിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഞാൻ മറ്റ്